നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റ് API സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റ് APIയുടെ പൈത്തൺ ഫ്ലാസ്ക് വെച്ച് ഡെവലപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഗെറ്റ് മെത്തേഡ് വഴിയും പോസ്റ്റ് മെത്തേഡ് വഴിയും ഡാറ്റ പാസ് ചെയ്യുന്നതാണ്. ഇതിനുവേണ്ടി നമ്മളൊരു സിമ്പിൾ കോണ്ടാക്ട് ഫോം ആണ് ഡെവലപ്പ് ചെയ്തത്. കോണ്ടാക്ട് ഫോമിന്റെ സ്ട്രക്ചർ പോസ്റ്റ്മാനിലൂടെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ പുതുതായിട്ടൊരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം കോണ്ടാക്ട് ഫോമിന് വേണ്ടിയിട്ട്. ഫ്ലാസ്കിൽ പുതിയൊരു എൻഡ് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈൻ തന്നെ കോപ്പി ചെയ്യാം. ഇവിടെ പേര് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഗെറ്റ് മെത്തേഡിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എഴുതിയ ഫംഗ്ഷൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഇതിനകത്ത് നമ്മൾ ഇതിന്റെ എൻഡ് പോയിന്റ് API/contact എന്ന് കൊടുത്തു. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഡാറ്റ ഇപ്പം query params എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ് പാസ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാന്ന് കാണിക്കാം. നമ്മൾ പോസ്റ്റ്മാനില് ഈ എൻഡ് പോയിന്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിന് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഗെറ്റ് കോണ്ടാക്ട് എന്ന് കൊടുത്തു. ഗെറ്റ് കോണ്ടാക്ട് ഫോം. എന്നിട്ട് ഇതിന്റെ പേര് API/contact. ഇവിടെ എന്താണ് കൊടുത്തത് അതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ശേഷം ഇവിടെ പരംസ് എന്നാണ് query params. ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് വാല്യൂ കൊടുക്കുക. നെയിം വാല്യൂ ആനന്ദ് എന്ന് കൊടുത്തു. ഇമെയിൽ ഇവിടെ ഞാനിപ്പം anand@test.com. അടുത്തത് ഫോൺ ഞാനിപ്പോ എന്തെങ്കിലും +9112345678 എന്ന് കൊടുത്തു. ഇനി അഡ്രസ് ഞാനിവിടെ ഒരു അഡ്രസ് എന്തെങ്കിലും കൊടുക്കുകയാണ്. ഹൗസ് നമ്പർ 123 കേരള. ഒരു അഡ്രസ് കൊടുത്തു. അങ്ങനെ നമുക്ക് ഇതിനെ അങ്ങനെ ഡാറ്റ പാസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ URL തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്താണ്. കോണ്ടാക്ട് വരെ നമ്മുടെ API എൻഡ് പോയിന്റ് ഉണ്ട്. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കും ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ പാസ് ചെയ്യുക. നെയിം = ആനന്ദ്, ഇമെയിൽ = anand@test.com, ഫോൺ, അഡ്രസ്. ഇങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ പാസ് ചെയ്യുന്നതിന് URL query params എന്ന് പറയുന്നത്. അത് ഗെറ്റ് മെത്തേഡിനാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. എല്ലാ മെത്തേഡിലും പുട്ടിലും പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യും. ബട്ട് നമ്മൾ പ്രിഫർ ചെയ്യാറ് പലപ്പോഴും ഗെറ്റ് മെത്തേഡിലാണ്. പിന്നെ ഈ ഡാറ്റയെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ request dot get എന്ന് വേണ്ടത് request.args.get നെയിം എന്നൊക്കെ ചെയ്യാൻ നെയിം എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ഫോം ഡാറ്റ ആണല്ലോ ഇതിന് ഇൻപുട്ട് നെയിം എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി. ഇൻപുട്ട് നെയിമിലേക്ക് ഞാൻ ഇതിന് request.args.get നെയിം എന്ന് കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫീൽഡ്സിനെയും റിസീവ് ചെയ്യാം. മറ്റുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഇരുന്നു. ഇമെയിൽ, ഫോൺ, അഡ്രസ്. ഇൻപുട്ട് ഇമെയിൽ നമുക്ക്
ഈ query params-ലുള്ള നെയിം, ഇമെയിൽ, ഫോൺ അഡ്രസ്സിനെല്ലാം നമ്മൾ ആസ് ചെയ്തിട്ട് റിക്വസ്റ്റ് ആർഗ്യുമെന്റ്സ് എടുത്തിട്ട് ഒരു വേരിയബിളിലോട്ട് വെച്ചു. ഇനി API റെസ്പോൺസിൽ നമുക്ക് ഈ വേരിയബിൾ തന്നെ കൊടുക്കാം. സിംഗിൾ ആണെങ്കിൽ നെയിം ഈക്വൽ ടു ഇവിടെ ആനന്ദ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് മാറ്റിയിട്ട് ഈ വാല്യൂ കൊടുത്തു. ഇനി ഇമെയിൽ എന്നൊരു കീ ഉണ്ടാക്കി അതിന്റെ വാല്യൂ ആയിട്ട് ഇൻപുട്ട് ഇമെയിൽ കൊടുത്തു. അടുത്തത് ഫോൺ. ഫോൺ എന്നൊരു കീ ഉണ്ടാക്കി ആ കീയുടെ വാല്യൂ ആയിട്ട് നമുക്ക് ഈ വേരിയബിളിലേക്ക് ലഭിച്ചിട്ടുള്ള ഫോൺ എന്ന വാല്യൂ കൊടുത്തു. അടുത്തത് ഇൻപുട്ട് അഡ്രസ്. ഇൻപുട്ട് അഡ്രസ് നമ്മളിവിടെ അഡ്രസ് എന്നൊരു കീ ചെയ്തു. ആ അഡ്രസ് എന്ന കീയിലേക്ക് ഇൻപുട്ട് അഡ്രസ് എന്ന വാല്യൂ കൊടുത്തു. ഇപ്പം ഇത് നമ്മളൊരു പൈത്തൺ ഡിക്ഷണറിയിലോട്ട് സേവ് ചെയ്ത് വെച്ചു, ഡാറ്റ എന്ന പേരിൽ. എന്നിട്ട് ആ ഡാറ്റയെ നമ്മൾ ജേസണിഫൈ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാണ് ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ. നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് നോക്കാൻ പറ്റും മെത്തേഡ് കറക്റ്റ് ആണോ വർക്ക് ചെയ്യുന്നത്. പ്രിന്റില് ഞാൻ എഴുതി കോൺടാക്ട് API started with get method. ഇത് എളുപ്പത്തിൽ ഡീബഗ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. നമ്മൾ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്ത് വരുന്നത് നോക്കുകയാണെങ്കിൽ അതേപോലെ ഇവിടെ പോസ്റ്റ് മെത്തേഡാണ്. പോസ്റ്റിനടിയിലും കൊടുക്കാം. നമ്മള് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. പൈത്തൺ main.py എന്ന ഫയൽ നെയിം അടിച്ച് സെർവർ റീസ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ കോൾ ചെയ്യാം. കണ്ടോ, നമുക്ക് API റെസ്പോൺസ് കിട്ടി. നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തത് അത് കീ വാല്യൂ ആയിട്ട് മാറി വന്നു. അതേപോലെ നമുക്കിവിടെ പ്രിന്റിൽ കാണാം കോൺടാക്ട് API സ്റ്റാർട്ടഡ് വിത്ത് ഗെറ്റ് മെത്തേഡ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതും വർക്കിംഗ് ആണ്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്പർ ഒന്ന് മാറ്റി നോക്കി. ഞാനിപ്പം ഇത് മാറ്റിയിട്ട് കൊച്ചി കേരള എന്ന് കൊടുത്തു. അഡ്രസ് പേര് ആനന്ദ് PM എന്ന് കൊടുത്തു. ഒന്നുകൂടി ഇത് കോൾ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പൊ നമ്മുടെ കോഡിൽ ചേഞ്ച് ഒന്നും ചെയ്യാതെ query params എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ ബിസിനസ് ലോജിക്കിനനുസരിച്ചിട്ട് ക്രോസ് ചെയ്യാനും ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാനും കുറെ ഇതെടുക്കാനുമാണ്. പക്ഷെ നമ്മളിപ്പം ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രമായിട്ടാണ് ഡാറ്റാബേസ് കണക്ട് ചെയ്യാതെ API റെസ്പോൺസ് കാണിച്ചത്. അത് നമുക്ക് ഇതേ ഡാറ്റ എങ്ങനെയാണ് പോസ്റ്റ് മെത്തേഡിൽ ചെയ്യാൻ നോക്കാം. പോസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാല് ഇതുപോലെ ഒരു ഡിക്ഷണറി ആക്കി എടുക്കുക. ഈ ഡിക്ഷണറി ഞാൻ കോപ്പി ചെയ്യാണ് ഇവിടുന്ന്. എന്നിട്ട് ഇതിനെ തന്നെ ഞാൻ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ മെത്തേഡ് പോസ്റ്റ് കൊടുത്തു. പോസ്റ്റ് കൊടുത്ത ശേഷം ബോഡിക്കകത്ത് ഇവിടെ ഞാൻ ഫോം ഡാറ്റ URL എൻകോഡഡ് റോ ബൈനറി ഗ്രാഫ് SQL കുറെ ഓപ്ഷൻസ് കാണാം. നമ്മളിപ്പോൾ ഇവിടെ JSON ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൽ റോ എടുക്കുക. റോ എടുത്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് മാറ്റി JSON കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ടെക്സ്റ്റ് മാറ്റി JSON കൊടുത്തെങ്കിൽ മാത്രമേ REST API ഫോർമാറ്റിൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം JSON ആണ് നമ്മുടെ REST APIയുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയം. നമ്മളത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ കറക്റ്റ് കാണാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ ബ്യൂട്ടിഫൈ എന്ന് ക്ലിക്ക് ചെയ്താൽ മിസ്ഓർഡറായി കിടക്കുന്ന JSON കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പം JSON എന്തെങ്കിലും എറർ ഉണ്ട്, ഇവിടെ കോമ വിട്ട് പോവുകയൊക്കെ ചെയ്താൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വാണിംഗ് കാണിക്കും. നമുക്കിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇൻപുട്ട് ഡാറ്റ ഓക്കെയാണ്. നമുക്ക് വേണ്ടത് പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഡിൽ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അത് നോക്കാം. ഇവിടെ ഗെറ്റ് മെത്തേഡിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ഈ പോസ്റ്റ് ചെയ്യപ്പെട്ട ഡാറ്റയെ നമുക്കൊന്ന് റെസ്പോൺസ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിക്കാം.
ഇവിടെ പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡാറ്റ എടുക്കുന്നത് നോക്കിപ്പം ഡാറ്റ എന്ന വേരിയബിളിലേക്ക് നമ്മൾ എഴുതി. ഇത് റിക്വസ്റ്റ് ഡോട്ട് ജേസൺ അതൊരു വേരിയബിൾ റിക്വസ്റ്റ് ഡാറ്റ എന്ന വേരിയബിളിലേക്ക് റിക്വസ്റ്റ് ഡോട്ട് ജേസൺ എന്ന ഈ റിക്വസ്റ്റിൽ വരുന്ന ഡാറ്റയെ നമ്മൾ ജേസണിഫൈ ചെയ്ത് സേവ് ചെയ്ത് വെക്കുകയാണ്. അതിനാണ് നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ജേസൺ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ജേസൺ ഡിക്ഷണറി ആയിട്ട് ഈ വാല്യൂ കിട്ടും. നമുക്കിത് വേണമെങ്കിൽ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഇവിടെ കൊടുത്തു റിസീവ്ഡ് ഡാറ്റ എന്നിട്ട് റിക്വസ്റ്റ് ഡാറ്റ എന്ന് കൊടുത്തു. ഇതിനകത്ത് നമ്മൾ ഈ റിക്വസ്റ്റ് ഡാറ്റ നമ്മൾ റിട്ടേണിലും കൊടുത്തു. നമ്മൾ സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാണ്. പോസ്റ്റ് മെത്തേഡിൽ കോൾ ചെയ്ത് വെക്കാം. കണ്ടോ, സെയിം ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് ഈ റിസീവ് ഡാറ്റ എന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ഡാറ്റനെ കൊടുത്തപ്പം നമുക്ക് കിട്ടിയ ഇൻപുട്ട് ജേസൺ അതേപോലെ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഈ ജേസൺ ഫോർമാറ്റ് കിട്ടാനാണ് നമ്മളിവിടെ റിക്വസ്റ്റ് ഡോട്ട് ജേസൺ എന്ന് യൂസ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് ഓരോ വേരിയബിൾസിനെ ആസ് ചെയ്യണമെങ്കിൽ അതിനുള്ള മെത്തേഡാണ് റിക്വസ്റ്റ് ഡാറ്റ ഡോട്ട് ഗെറ്റ് എന്ന് വിളിച്ചാൽ മതി. കാരണം ഇതൊരു ഡിക്ഷണറിയാണ്. അപ്പൊ പൈത്തണിൽ നമുക്കറിയാലോ ഡിക്ഷണറി എലമെന്റിന്റെ കോൾ ആസ് ചെയ്യാൻ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന മെത്തേഡ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് നെയിം ആണ് വേണ്ടതെങ്കിൽ ഇൻപുട്ട് നെയിം ഈക്വൽ ടു റിക്വസ്റ്റ് ഡാറ്റ ഡോട്ട് ഗെറ്റ് നെയിം ഡാറ്റ ഡോട്ട് ഗെറ്റ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വേരിയബിൾസിനെ ആസ് ചെയ്യാം. ഡാറ്റ എന്ന വേരിയബിളാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ ഡോട്ട് ഗെറ്റ് ഫോൺ, ഡാറ്റ ഡോട്ട് ഗെറ്റ് അഡ്രസ്. ഇനി നമുക്ക് ഈ ഡാറ്റ എന്ന ഡിക്ഷണറി വേണമെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻപുട്ട് ഇമെയിൽ റിസീവ് ചെയ്തതിന്റെ വാല്യൂ കൊടുത്തു. ഇൻപുട്ട് ഇമെയിൽ ഫോൺ നമ്പർ എല്ലാം വാല്യൂ കൊടുത്ത് കീ ഹാർഡ് കോഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കസ്റ്റം ഡിക്ഷണറി ഉണ്ടാക്കി ആ ഡിക്ഷണറിയാണ് ഡാറ്റ എന്ന പേരിൽ ജേസൺ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത്. ഇതോടെ നമുക്ക് സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, വീണ്ടും ഡാറ്റ ചേഞ്ച് ആയി വന്നു. ഇപ്പോൾ ആനന്ദ് പേര് മാറ്റി ആനന്ദ് കൊടുത്തു. ഫോൺ നമ്പർ മാറ്റി 789 മാറ്റി 123 കൊടുത്തു. ഒന്നുകൂടി കോൾ ചെയ്തു. ഡാറ്റ ചേഞ്ച് ചെയ്തായി വന്നു. അങ്ങനെ ഏകദേശം ഒരു ഗെറ്റ് പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്ന REST API യിൽ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ആണ് സൈനിങ് ഓഫ്.